Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ദളിത് എന്നുള്ള ടേമാണ്. നറേറ്റീവ്സ് ഓഫ് റെസിസ്റ്റൻസിൽ തിയറി പാർട്ടിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് ദളിത്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പവർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ മിറർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും ഈ മാർജിനലൈസേഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു സ്പേസ് ആണ് ലിറ്ററേച്ചർ. അപ്പോൾ ദളിത് റൈറ്റിംഗ്സ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ വളരെയധികം സിഗ്നിഫിക്കന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദളിത് റൈറ്റിംഗ്സും അതുപോലെ തന്നെ ദളിത് ലിറ്ററേച്ചറും. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന വയലൻസ്, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ പോവേർട്ടി, ഇതൊക്കെയാണ് ഈ ഒരു ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ്സിനകത്ത് വരുന്നത്, റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദളിത് ലിറ്ററേച്ചർ ഒരു വലിയ ഒരു ഗ്രോയിങ് ഒരു കോർപ്പസ് ആണെന്ന് നമുക്ക് പറയാം. ഒരുപാട് ഡിഫറെന്റ് ജേണേഴ്സ് എക്സാമിൻ ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ദളിത് കൾച്ചറിനെ. ഓക്കെ, അപ്പം ദളിത് എന്നുള്ള വേർഡ് എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് വന്നതാണ്. സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള ദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് അല്ലെങ്കിൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബ്രോക്കൺ. അപ്പൊ ദളിത് എന്ന് വെച്ചാൽ ലിറ്ററലി ഇറ്റ് മീൻസ് ഒപ്രസ്ഡ് എന്നാണ്. ആൻഡ് നൗ ഇറ്റ് ഇസ് യൂസ് ടു ഡിനോട്ട് ദ സോ കോൾഡ് അൺടച്ചബിൾ അല്ലെങ്കിൽ കാസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ദളിത് അല്ലെങ്കിൽ ദളിത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ന്യൂമറസ് കാസ്റ്റ് ഗ്രൂപ്പ്സിനെയാണ്, പോപ്പുലേഷൻ ഓഫ് ന്യൂമറസ് കാസ്റ്റ് ഗ്രൂപ്പ്സിനെയാണ് ദളിത്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനകത്ത് ശൂദ്രാസ് വരും, ചണ്ടാളാസ് വരും, പഞ്ചമാസ്, ഹരിജൻസ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വരും. ഓക്കെ, അപ്പൊ മിത്തോളജി അനുസരിച്ച് നമുക്കൊരു റിലീജിയസ് സ്ക്രിപ്ചർ ഉണ്ട്, മനുസ്മൃതി എന്നും പറഞ്ഞു. മനുസ്മൃതിക്കകത്ത് 4 ഡിഫറെന്റ് വർണ്ണാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആളുകളുടെ ഒക്കുപേഷൻ വെച്ചിട്ട് നമ്മൾ ആളുകളെ കാസ്റ്റ് ബേസ്ഡ് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 4 കൈൻഡ്സ് ഓഫ് പീപ്പിൾ, അവരെല്ലാം വിഷ്ണുവിന്റെ ബോഡിയിൽ നിന്ന് വന്നതാണ് 4 കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അപ്പൊ മിത്തോളജിക്ക് അനുസരിച്ച് ബ്രാഹ്മൺ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ തലയിൽ നിന്ന് വന്നതാണെന്നും, ക്ഷത്രിയന്മാര് ആംസിൽ നിന്ന്, കൈകളിൽ നിന്ന് വന്നെന്നും, വൈശ്യ അബ്ഡോമനിൽ നിന്നും, ശൂദ്രാസ് എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ഫീറ്റിൽ നിന്നും വന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശൂദ്ര എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നതാണ്, നമ്മുടെ ദളിത് ഇതിനകത്ത് വരുന്നതാണ്. സോ ശൂദ്രാസ് അല്ലെങ്കിൽ ദളിത്സ് അവരെ ഒരു കൈൻഡ് ഓഫ് ഫീറ്റിലായതുകൊണ്ട് അവരെന്താണ്, ഒരു സ്ലേവ്സിനെ പോലെ അല്ലെങ്കിൽ സെർവ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്നാണ് ഒരു മനുസ്മൃതിക്കകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ദളിത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇൻഫീരിയർ പൊസിഷനാണ് അവർക്ക് സൊസൈറ്റിയിലുള്ളത്. അവർ ഈ സ്കാവെഞ്ചിങ് അല്ലെങ്കിൽ ലെതർ വർക്ക്, ബുച്ചറിങ്, അതിനൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ടും എൻഗേജ്ഡ് ആവുന്ന ഒക്കുപേഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ഒക്കുപേഷൻസിനെ നമ്മൾ ഒക്കുപേഷൻ എന്ന് വിളിക്കാറില്ല, അവരുടെ ആക്ടിവിറ്റീസിനെ നമ്മൾ മീനിയൽ ആക്ടിവിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആവുന്ന ആളുകളെ നമ്മൾ പൊല്യൂട്ടഡ് ആളുകൾ എന്നാണ് വിളിക്കുന്നത്. സോ അവരുടെ പൊല്യൂഷൻ കണ്ടേജിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ദളിത്സിനെ ഈ ഹിന്ദു സോഷ്യൽ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് തന്നെ മാർജിനലൈസ്ഡ് നിർത്തി വെക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, അതായത് വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ല, ഈ വലിയ അപ്പർ കാസ്റ്റ് ആളുകൾ നടക്കുന്ന വഴി കൂടെ ഇവരെ നടക്കാൻ സമ്മതിക്കത്തില്ല, ഈവൻ ദേ വെ നോട്ട് അലൗഡ് ടു ഡ്രസ് പ്രോപ്പർലി, എസ്പെഷ്യലി വിമൻ. അപ്പൊ അതൊക്കെയായിരുന്നു കേസ് എന്ന് പറയുന്നത്. ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അവരെ പൊല്യൂട്ടഡ് ആയിട്ട് കാണുന്നു, കാരണം അവർ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നു. സോ അവരെ കാണുന്നതും തൊടുന്നതും അവർ കുടിക്കുന്ന വെള്ളവും അതൊക്കെ എന്താണ്, പൊല്യൂട്ടഡ് ആണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടന്നിരുന്നത്. ഇനി ഇന്ത്യയിലുള്ള ദളിത് മൂവ്മെന്റ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ദളിത് എന്നുള്ള ടേം തന്നെ പബ്ലിക് ഡിസ്കോഴ്സിൽ വരുന്നത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി 19th സെഞ്ചുറിയിലാണ്. ആൻഡ് ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്ന ഒരു നോൺ ബ്രാഹ്മൺ മൂവ്മെന്റ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്തു. സോ ആ ജ്യോതിറാവ് ഫൂലെയാണ് ആദ്യമായിട്ട് ദളിത് എന്നുള്ള ടേം യൂസ് ചെയ്തത്. ആദ്യമായിട്ടല്ല, ഹി യൂസ് ദ ടേം ദളിത് എന്താണ്, അൺടച്ചബിൾസിന്റെ ആ ഒരു കണ്ടീഷനെ കാണിക്കാനും അപ്പർ കാസ്റ്റ് പീപ്പിൾ ഇവരെ ഇൽട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെയൊക്കെയാണ് ദളിത് എന്ന് പറഞ്ഞ് ജ്യോതിറാവ് ഫൂലെ ഇത് യൂസ് ചെയ്ത് ഈ ഒരു ടേം. ആൻഡ് ശൂദ്രാസിനെയൊക്കെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം കാസ്റ്റ് സ്ലേവറിക്കെതിരെ. അതുപോലെ തന്നെ ജ്യോതി റാവ് ഫൂലെ ഡെലിബറേറ്റ്ലി ഹി യൂസ് ദ ടേം ദളിത്. അതായത് മറാത്തിയിലും പിന്നെന്താ പറയാ, പബ്ലിക് ഡിസ്കോഴ്സിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹം ടേം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഫൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടേമാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, സപ്രഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യണം നിങ്ങൾ, ആ ഒരു ടേമിന് ഒരു സെൻസിന് യൂസ് ചെയ്ത ടേമാണ് ജ്യോതിറാവ് ഫൂലെ ദളിത് എന്നുള്ള വേർഡ്. പിന്നെ ലേറ്റർ BR അംബേദ്കർ എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തു, കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും അതുപോലെ തന്നെ ഇതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനകത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ടേം ദളിത് 1972 പ്രോമിനൻസ് നേടിയത്. അതായത് കുറെ യങ് മറാത്തി റൈറ്റേഴ്സും ആക്ടിവിസ്റ്റും കൂടി ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു, ദളിത് പാന്തേഴ്സ് എന്നും പറഞ്ഞു. അപ്പൊ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പാന്തേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ തന്നെയാണ്. അതായത് അവര് ഈ ബ്ലാക്ക് പാന്തേഴ്സ് എന്ന് പറഞ്ഞ ആഫ്രിക്കൻ അമേരിക്കൻ അവര് ഒരു മിലിറ്റന്റ് സ്ട്രഗിള് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ബ്ലാക്ക് പാന്തേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞ് ദളിതർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇനി ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് 1958 വന്നത്. അത് ദളിത് കോൺഫറൻസ്, ഫസ്റ്റ് ദളിത് കോൺഫറൻസ് ബോംബെയിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. സോ അവിടെ വെച്ച് വന്ന ഒരു ടേമാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ദളിത് റൈറ്റേഴ്സും ഇവരെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു ഓപ്പൺ ആയിട്ട്. അപ്പർ കാസ്റ്റ് ആളുകളുടെ ആ ഒരു പിന്നെന്താ പറയാ,
മാർജിനലൈസേഷൻ എന്നുള്ള അതിനൊക്കെ എതിരെ ഒരു ഫൈറ്റ് പോലെയാണ് ദളിത് ലിറ്ററേച്ചർ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ദളിത് ലിറ്ററേച്ചറിന്റെ എമർജൻസോട് കൂടിയാണ് ദളിത് സബ്ജക്ടിവിറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആ ദളിതർക്ക് ഒരു സ്പേസ് ഉണ്ടെന്നും അവരുടെ ലൈഫ് എങ്ങനെയാണെന്നും കൾച്ചർ എങ്ങനെയാണെന്നുള്ളതും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ദളിത് ലിറ്ററേച്ചറിന്റെ എമർജൻസോട് കൂടിയാണ്. 19th സെഞ്ചുറി എൻഡ് ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ 20th സെഞ്ചുറി ഏർലി ഡിക്കേഡ്സ് ആയപ്പോഴത്തേക്കും ഒരുപാട് അപ്പർ കാസ്റ്റ് ഇന്ത്യൻ റൈറ്റേഴ്സ്, അതായത് കേരളത്തിലുള്ള ബംഗാളിലുള്ള അപ്പർ കാസ്റ്റ് ഇന്ത്യൻ റൈറ്റേഴ്സ് അവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ദളിതർക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. ഓക്കെ, ദ സ്ലെയർ എന്നും പറഞ്ഞ് ഘാടകവധം, അത് 1864-65 ഒരു ഇംഗ്ലീഷ് മിഷണറി ആയിട്ടുള്ള മിസ്സസ് കോളിൻസ് പബ്ലിഷ് ചെയ്തു 1877. അത് നോവൽ എന്ന് പറയുന്ന ഒരു അൺടച്ചബിൾ പുലയെ കുറിച്ചായിരുന്നു, പുലയ സ്ലേവിനെ കുറിച്ചായിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ അവരുടെ സിറിയൻ ക്രിസ്ത്യൻ ലാൻഡ് ലോർഡ് ഈ പുലയ സ്ലേവിനെ നല്ല രീതിയിൽ ഇൽട്രീറ്റ് ചെയ്തു. പിന്നെ നോവൽ എൻഡ് ചെയ്യുന്നത് ഈ ലാൻഡ് ലോർഡിന്റെ മനസ്സ് മാറുന്നു, ലോവർ കാസ്റ്റ് സ്ലേവിന്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നു, അങ്ങനെയാണ് തീരുന്നത്. അനദർ നോവൽ എന്ന് പറയുന്നത് സരസ്വതി വിജയം, അതായത് ദ വിക്ടറി ഓഫ് നോളജ്. അതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. കാരണം അദ്ദേഹം ലോവർ ബർത്ത് ആയതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി. അത് പബ്ലിഷ് ചെയ്ത് പോത്തേരി കുഞ്ഞമ്പുവാണ്. ആൻഡ് ഒരുപാട് റൈറ്റേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളെ, കാസ്റ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കേരളത്തിലും ബംഗാളിലും എഴുതിയിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ ഫേമസ് ബംഗാളി റൈറ്ററും, ഇതുപോലെയുള്ള ഇൻജസ്റ്റിസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എസ്സേ ആയിട്ടുള്ള നാഷണലിസത്തിനകത്ത്. പിന്നെ ഫേമസ് പോംസിനകത്തും ഇദ്ദേഹം ഈ ഒരു കാസ്റ്റിന്റെ ആ ഒരു ഇനിക്വാളിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് എന്റെ ഫോർച്ചുനേറ്റ് കൺട്രിയിൽ എന്താ പറയാ, ഇൻസൾട്ട് ചെയ്യാറുണ്ട്, അതായത് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ കാസ്റ്റിന്റെ ബേസിസിൽ ഓരോ ആളുകളെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി നാരായണ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ, മല്ലപ്പള്ളി, അത് തെലുങ്കിൽ എന്താണ് ഫസ്റ്റ് ഇന്ത്യൻ ലാംഗ്വേജ് നോവലാണ്. ദളിതരെ വെച്ചിട്ട് ഫുൾ ഫ്ലെഷ്ഡ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ഈ ഒരു നോവൽ, മലപ്പള്ളി എന്നുള്ള ഈ നോവലിനകത്ത്, തെലുഗു നോവലിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേംചന്ദ് രംഗഭൂമി എന്ന് പറഞ്ഞ ഹിന്ദി നോവലിനകത്ത്, അതുപോലെ തന്നെ കെ ശിവറാം കരന്ത് ചൊമാന ദൂതി എന്ന് പറഞ്ഞ കന്നഡയിൽ എഴുതിയിട്ടുണ്ട്. മുൾക്കരാജ് ആനന്ദിന് അൺടച്ചബിൾ എന്ന് പറയുന്നത് തന്നെ ദളിതനെ കുറിച്ചാണ്, ഒരു ദളിതന്റെ വൺ ഡേ ലൈഫ് ഓഫ് എ ദളിത്, അതാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. പിന്നെ തകഴിയുടെ തോട്ടിയുടെ മകൻ. അപ്പം അങ്ങനെ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹിതൻ മിസ്ട്രി, ഒരു ഫൈൻ ബാലൻസ് എന്ന് പറഞ്ഞ നോവല്, അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മനു ജോസഫിന്റെ സീരിയസ് മെൻ, അത് 2002 പബ്ലിഷ് ചെയ്തതാണ്. ഇതിനകത്തെല്ലാം ദളിതരാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ദളിത് ലിറ്ററേച്ചർ എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് about community itself but about their individuality and also about their revolt against എന്താ പറയുക, ബാക്ക്വേർഡ്നെസ്, സൊസൈറ്റിയുടെ ബാക്ക്വേർഡ്നെസ്. ഇതിനൊരു റിവോൾട്ടാണ് ദളിത് ലിറ്ററേച്ചർ നമുക്ക് ഒരു മെസ്സേജ് ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ദളിത് ലിറ്ററേച്ചറിന്റെ മെയിൻ ഫോക്കസ്, അതായത് ഈ ഒരു അപ്പർ കാസ്റ്റിന്റെ സുപ്പീരിയോറിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാനും സൊസൈറ്റിയിൽ ദളിത്സിന് വേണ്ടിയുള്ള ലിബറേഷൻ പോസിബിൾ ആക്കാനും വേണ്ടിയുള്ളതാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ വർക്ക്സിനെ കുറിച്ച് ശരൺകുമാർ ലിംബാലെ ഒരു ഫേമസ് വർക്ക് എഴുതിയിട്ടുണ്ട്. ആ വർക്കിന്റെ പേര് ടുവേർഡ്സ് ആൻഡ് ഈസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. അദ്ദേഹം ഒരു എന്താ പറയാ, ആ ഒരു ദളിത് ലിറ്ററേച്ചറിന്റെ ആ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്താണ് ഈ ഒരു വർക്കിലൂടെ. പിന്നെ ശരൺകുമാർ ലിംബാലയുടെ ഏറ്റവും ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്ന് പറയുന്നത് അക്കർ മഷി എന്നാണ്, അതായത് ഔട്ട്കാസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. അതിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. പിന്നെ അൺടച്ചബിൾ എന്നുള്ള നോവൽ എഴുതിയത് മുൾക്കരാജ് ആനന്ദ്. അതുപോലെ തന്നെ ഫസ്റ്റ് ദളിത് നോവൽ എന്നറിയപ്പെടുന്നത് അങ്കലിയത്ത് എന്നാണ്, അതൊരു ഗുജറാത്തി നോവലാണ്. ജോസഫ് മക്വാൻ ആണ് പബ്ലിഷ് ചെയ്തത്, അത് 1986 വന്നു. ടാഗോർ പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ഡാൻസ് ഡ്രാമയായിട്ടുള്ള ചണ്ടാലികയിൽ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം പ്രകൃതി എന്ന് പറയുന്ന ഒരു സോഷ്യലി ഔട്ട്കാസ്റ്റ് വുമൺ ആണ്, അവര് ലോ കാസ്റ്റിലുള്ളതാണ്. അപ്പൊ അതൊരു ഡാൻസ് ഡ്രാമയാണ് ചണ്ടാലിക. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ ചണ്ടാലിക വെള്ളം, അതായത് ആർക്കാണ്, ഒരു ഒരു മങ്കിന്, ഒരു ബുദ്ധ സന്യാസിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇമേജ് വരുന്നുണ്ട്. അതായത് വേറെ ആരും ഇവരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കത്തില്ല, ബിക്കോസ് ഷീ ഈസ് കൺസിഡർഡ് ടു ബി പൊല്യൂട്ടഡ് ആസ് ഷീ ബിലോങ്സ് ടു എ ലോവർ കാസ്റ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പക്ഷെ ഈ ബുദ്ധ സന്യാസി എന്ത് ചെയ്യാണ്, ഇത് ഇവരുടെ കയ്യിൽ നിന്നാണ് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നത്. അപ്പൊ അത് ഒരു എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് ആക്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ചണ്ടാലിക്ക് പക്ഷെ വെള്ളം കൊടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇയാൾക്ക്. പക്ഷെ അയാൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ യൂണിറ്റിയെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതായത് എല്ലാ ഹ്യൂമൻ ബീയിങ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്ലാസ് ആൻഡ് കളർ എല്ലാവരും ഈക്വൽ ആണ്. അങ്ങനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇവരെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചത്, അതായത് വെള്ളം തന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാശ്വേത ദേവി എന്നുള്ള റൈറ്ററും ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് വെസ്റ്റ് ബംഗാളിന് ഉള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് എസ്പെഷ്യലി ലോധാസ്, ഷബർസ്, ഇവരൊക്കെയായിരുന്നു മഹാശ്വേത ദേവിയുടെ സ്റ്റോറി
സ്റ്റോറീസിലുള്ള മെയിൻ ഫോക്കസ്. ഇവരൊക്കെ ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ ദ്രൗപദി എന്നുള്ള മഹാശ്വേത ദേവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ സന്താൾ ട്രൈബൽ ഗേളിനെ കുറിച്ചാണ്. അത് നക്സലൈറ്റ് മൂവ്മെന്റിനെ കുറിച്ച് ബംഗാളിൽ ഹാപ്പൻ ചെയ്ത 1960s അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ദ്രൗപദി എന്നുള്ള നെയിം എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി എന്നാണ് ശരിക്കും പറഞ്ഞ പേര്, പക്ഷെ അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് ദോപ്തി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ദ്രൗപദി എന്നുള്ള സാൻസ്ക്രിറ്റ് വേർഡ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിനകത്ത്. ആ ഒരു ട്രൈബലൈസ്ഡ് ഫോം ക്യാരക്ടർ ആണല്ലോ, അതുകൊണ്ടാണ് ദോപ്തി എന്നുള്ള പേര് കൊടുത്തത് കേട്ടോ. പിന്നെ ഭാമയുടെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലായിട്ടുള്ള കറുക്ക്. ഭാമ ഒരു ദളിത് റൈറ്ററാണ്. ഭാമ പിന്നെ ഈ അൺടച്ചബിലിറ്റിയെ കുറിച്ചും അപ്പർ കാസ്റ്റിന്റെ ആ ഒരു പിന്നെന്താ പറയുക ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു കറുക്കിനകത്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷനെ കുറിച്ച്, ഡെയിലി വേജസിൽ ദളിത്സ് ഫേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ കറുക്കിനകത്ത് ഭാമ പറയുന്നുണ്ട്. പിന്നെ ജൂതാൻ എന്ന് പറഞ്ഞ് ഓം പ്രകാശ് വാൽമീകി ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. അത് അൺടച്ചബിൾസിന്റെ പെയിനെ കുറിച്ച്, ഹ്യൂമിലിയേഷനെ കുറിച്ചും പോവർട്ടിയെ കുറിച്ചുമാണ് ഇത് പറയുന്നത്. അപ്പൊ ജൂതാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ക്രാപ്സ് ഓഫ് ഫുഡ്, അതായത് ഭക്ഷണത്തിന്റെ കഷ്ണങ്ങൾ, അതാണ് സ്ക്രാപ്സ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ അവശിഷ്ടം എന്ന് പറയും ജൂതാൻ. അത് ഈ അൺടച്ചബിൾസിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അവർ കഴിക്കുന്ന ഫുഡാണ് ജൂതാൻ എന്ന് പറയുന്നത്. അവരൊരു കംപ്ലൈന്റ് കൂടാതെ എടുത്ത് കഴിക്കുന്ന ഫുഡാണ് ജൂതാൻ. ഓക്കെ, അത് ഓം പ്രകാശ് വാൽമീകിയുടെയാണ്. അതും അൺടച്ചബിൾസിന്റെ ലൈഫിനെ കുറിച്ചാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ദളിത് പാന്തർ മൂവ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ദളിത് പാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. ഈ BR അംബേദ്കറിനെ ഫോളോ ചെയ്ത് നടക്കുന്ന ആളുകളാണ് ദളിത് പാന്തർ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. അത് എന്താണ് ദസൽ, അർജുൻ ഡാംഗ്ലെ, രാജാ ധലെ, JV പവാർ ഒക്കെയാണ് കണ്ടുപിടിച്ചത്. മഹാരാഷ്ട്രയിലായിരുന്നു അതിന്റെ ഇത്. 1972 ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്. പിന്നെ 1970s തൊട്ട് 80s വരെ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് അതിന്റെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മാഗസിൻ ഇവർ കണ്ടുപിടിച്ചു, വിദ്രോഹം എന്നും പറഞ്ഞ്. അത് റിവോൾട്ട് എന്നാണ് അതിന്റെ മീനിങ്. അത് ഈ ദളിതിന്റെ ഓപ്പറേഷനെ കുറിച്ചും ആ ഒരു റവല്യൂഷണറി സ്ട്രഗിൾസിനെ കുറിച്ചും ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ദളിത് പാന്തർ മൂവ്മെന്റ് ഒരുപാട് പോംസും ഷോർട്ട് സ്റ്റോറീസും പ്രൊട്ടസ്റ്റും ഒക്കെ നടത്തിയിട്ടുണ്ട് മുംബൈയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും. പിന്നെ ദളിത് റെസിസ്റ്റൻസ് ലിറ്ററേച്ചറിന്റെ എയിം എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോ കൾച്ചറൽ അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ റിലീജിയസ് ഓപ്പറേഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത് ഓപ്പൺ ആയിട്ട് പറയുക. പവർ സെന്റേഴ്സിനെ എല്ലാം ഡീകൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ടുവേർഡ്സ് ആൻ ഈസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ശരൺകുമാർ ലിംബാലെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ കാര്യം സംസാരിക്കുക. ഓക്കെ, പിന്നെ ടാഗോറിന്റെ ഡാൻസ് ഡ്രാമയായിട്ടുള്ള ചണ്ടാലികയ്ക്കകത്ത് എങ്ങനെയാണ് ബ്രാഹ്മണന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, കാസ്റ്റ് ഇഷ്യൂസിനെ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. അതായത് ചണ്ടാലിക എന്ന് പറയുന്നത് ഒരു അൺടച്ചബിൾ വുമന്റെ ഒരു കഥയാണ്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാസ്റ്റ് ലോ കാസ്റ്റ് ആയതുകൊണ്ട് അവരെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അവരുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഉയർത്തി ഇപ്പോൾ ഒരു എന്താ പറയുക അവർക്കൊരു മാറ്റം കൊണ്ടുവന്നത്, അവരുടെ ചിന്തയിലൊക്കെ മാറ്റം കൊണ്ടുവന്നത് ഒരു ബുദ്ധസന്യാസിയാണ്. അവര് ബുദ്ധസന്യാസി ഇവരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരുടെ അടുത്ത് തന്നെ ക്ലാസ് എടുത്ത് കൊടുത്തു. ചണ്ടാലിയുടെ അടുത്ത് പറയുകയാണ്, നീ എന്ത് ചെയ്യുക, നിന്റെ ഈ സൊസൈറ്റിയിലുള്ള ഈ ആർട്ടിഫിഷ്യൽ വാല്യൂസ് വെച്ചിട്ട് നിന്റെ വേർത്ത് ഒരിക്കലും നീ മെഷർ ചെയ്യരുത്, അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും നീ ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുവാണ്. പ്രകൃതി എന്നാണ് അൺടച്ചബിൾ വുമണിന്റെ പേരെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെൽഫ് ഹ്യൂമിലിയേഷൻ ഒരു സിന്നാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്വയം ഹ്യൂമിലിയേറ്റഡ് ആവരുത്. നമ്മളിങ്ങനെ അയ്യോ വേറൊരു കാസ്റ്റിൽ നിന്ന് വന്നയാണല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ജീവിതം നശിപ്പിക്കരുത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ സ്വയം താഴ്ത്തി കെട്ടി ചിന്തിക്കരുത്. അപ്പോൾ സെൽഫ് ഹ്യൂമിലിയേഷൻ ഒരു സിന്നാണെന്നാണ്, അല്ലെങ്കിൽ സെൽഫ് മേർഡറിനെക്കാട്ടിലും ഒരു ആത്മഹത്യയെക്കാട്ടിലും ഒരു സിന്നാണ് സെൽഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആരെങ്കിലും നിന്നെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ സ്വയം നിന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. നീ ഉയർന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഉയർന്ന തല പിടിച്ചുകൊണ്ട് തന്നെ നടക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇതെന്ന് പറയുന്നത്. ഉൾഗ്രാജാനന്ദന്റെ നോവലായിട്ടുള്ള അൺടച്ചബിളിനകത്ത് എന്ന് പറയുന്നത് ബക്ക ആൻഡ് സൗഹിനി, അതാണ് ഇതിനകത്ത് അൺടച്ചബിൾ ക്യാരക്ടേഴ്സ് വരുന്നത്. ഈ ലോവർ കാസ്റ്റ് ആണ് ബക്ക എന്ന് പറയുന്നത്. ബക്ക ഒരു സ്കാവഞ്ചർ ബോയ് ആണ്. അതായത് ഈ ആളുകളുടെ, അതായത് പിന്നെന്താ പറയാ ഈ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് ബക്കയുടെ ജോലി. ബക്കയുടെ ഒരു വൺ ഡേ ലൈഫ് എങ്ങനെയാണെന്നാണ് ഈ ഒരു നോവൽ കാണിക്കുന്നത്. സോഹിനി എന്ന് പറഞ്ഞ ബക്കയുടെ സിസ്റ്ററാണ്. സോഹിനിയൊക്കെ റേപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെമ്പിൾ പ്രീസ്റ്റ്. അയാൾ ബ്രാഹ്മൺ ആയതുകൊണ്ട് അയാൾക്ക് എന്താണ് ഹൈകാസ്റ്റ് ഹിന്ദു ആയതുകൊണ്ട് ഇവരെയൊക്കെ റേപ്പ് ചെയ്യുന്നുണ്ട്. സോഹിനി പിന്നെന്താണ് പറയുന്നത് സെക്ഷുവലി എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്. പണ്ഡിറ്റ് കാളിനാഥ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്, ഒരു പ്രീസ്റ്റാണ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം കാസ്റ്റ് പ്രെജുഡിസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്, ആ ഒരു ഹിപ്പോക്രസിയെ കുറിച്ചൊക്കെ. പിന്നെ
ഭാമയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള കറക്കിനകത്തും ഇത് പറയുന്നത് ദളിത് ഐഡന്റിറ്റിയെ കുറിച്ചാണ് എന്താ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫോസ്റ്റീന മേരി ഫാത്തിമ റാണി എന്നാണ് ഭാമയുടെ റിയൽ നെയിം. ഭാമ എന്നുള്ളത് പെൻ നെയിമാണ്. അവർ തമിഴ് ദളിത് റൈറ്റർ ആണ് കേട്ടോ. അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് കറുക്ക്. അത് തമിഴിൽ പബ്ലിഷ് ചെയ്തത് 2000-ലാണ്. കറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ട്രീയുടെ ലീഫാണ് കറുക്കെന്ന് പറയുന്നത്. അതിന് നല്ല രീതി മൂർച്ചയുള്ള എഡ്ജസ് ആണ് ആ ട്രീക്കുള്ളത്. അതായത് ഡബിൾ എഡ്ജ് സ്വോർഡ് പോലെയാണ് ഈ ഒരു ട്രീയുടെ ലീഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചെടിയുടെ ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും ദളിത്സും എന്തായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് പോലെ ആയിരിക്കണം. അതായത് എങ്ങോട്ട് ഫേസ് ചെയ്താലും നമ്മൾ ഓപ്പറേഷനെതിരെ ഫൈറ്റ് ചെയ്യുക. ദളിത് ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അവളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡൾട്ട് ലൈഫ് അവരൊരു നണ്ണാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച്, പോലീസിൽ നിന്നും അപ്പർ കാസ്റ്റിൽ നിന്നും കോൺവെന്റിൽ നിന്നും ഒക്കെ ഇവർ ഒരുപാട് ഓപ്പറേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഓപ്പറേഷൻ ഫേസ് ചെയ്തു, ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ക്ലാസ്മേറ്റ്സിൽ നിന്ന് പോലും എന്താ പറയുക, ഇവൾ ഒരുപാട് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഭാമ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ജൂത എന്ന് പറയുന്ന ഓംപ്രകാശ് വാൽമീകിയുടെയും അതുപോലെ തന്നെയാണ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട് ആണ്. ഓംപ്രകാശ് വാൽമീകിയുടെ ബർത്ത് ആൻഡ് ലൈഫിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സ്വീപ്പർ കാസ്റ്റിൽ ഒരു ബിലോങ് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കാൻ ഫോഴ്സ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ബാക്കിയുള്ള ആളുകൾ കഴിച്ചിട്ട് ഈ അൺടച്ചബിൾസിനും ദളിതായിട്ടുള്ള ആളുകൾക്കും വേണ്ടി ലെഫ്റ്റ് ഓവർ ഫുഡായിരുന്നു നീക്കി വെച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം താമസിക്കുന്ന അതിനൊരു കൗഷഡിന്റെ ഫ്രണ്ടിലാണ്. അപ്പർ കാസ്റ്റ് ഫാമിലി, ബാക്കിയുള്ള എല്ലാവരും ഇവരെ എന്താണ് ഒരുമാതിരി അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഫുഡ് അധികം പൈസയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. സ്കൂളിൽ വാൽമീകിക്ക് ഫ്ലോറിൽ, അതായത് തറയിലിരുന്നായിരുന്നു പഠിക്കേണ്ടി വന്നിരുന്നത്. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് ക്ലാസ്മേറ്റ്സ് ഇയാളെ ഒരു കാരണവും കൂടാതെ വിത്തൗട്ട് എനി റീസൺ ബീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വാൽമീകി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞത്, അത് സ്റ്റുഡൻസും ടീച്ചേഴ്സും നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യായിരുന്നു. സോ ഇയാൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അൺടച്ചബിൾ എഡ്യൂക്കേഷന് തന്നെ ഒരു റൈറ്റ് ഇല്ലാത്ത കണക്കാണ് ഇവരൊക്കെ പെരുമാറുന്നത്. പിന്നെ ക്ലാസ് റൂംസും പ്ലേ ഗ്രൗണ്ട്സും ഒക്കെ ഇയാളെ കൊണ്ട് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, തൂപ്പിച്ചിട്ടുണ്ട്. ആ ബ്രൂട്ടൽ റിയാലിറ്റീസ് ഓഫ് ദളിത് ലൈഫാണ് ഇതിനകത്ത് ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വേണം എഴുതാൻ. ദളിത് പാന്തറും ഇതുപോലെ ദളിത് റൈറ്റേഴ്സിനെ കുറിച്ചും ഒക്കെ എഴുതുക. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ വേൾഡിൽ ദളിത് ലിറ്ററേച്ചറും ദളിത് ആക്ടിവിസം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ലിറ്റററി വേൾഡ് തന്നെ ദളിത് റൈറ്റേഴ്സിന്റെ എമർജൻസ് കാരണം ചേഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് പവർഫുൾ റൈറ്റിംഗ്സ് വന്നിട്ടുണ്ട്. പി ശിവകാമിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് ദ ഗ്രിപ്പ് ഓഫ് ചേഞ്ച്, അതുപോലെ തന്നെ വിജില ചിറപ്പാടിന്റെ റൈറ്റിംഗ്സ്, അതൊരു ദളിത് വുമൺ ആണ്. വിജില ചിറപ്പാട് എന്ന് പറയുമ്പോൾ ദളിത് വുമൺ റൈറ്റർ ആണ് കേരളയിലെ. പിന്നെ ദേവ് കുമാർ എന്ന് പറഞ്ഞൊരു ദളിത് റൈറ്ററും ഡ്രമാറ്റിസ്റ്റും ഉണ്ട്. അദ്ദേഹം അപ്ന തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദളിത് കോൺഷ്യസ്നെസിനെ കുറിച്ച് അല്ലെങ്കിൽ ദളിത് ഇഷ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യങ് ദളിത് റൈറ്റേഴ്സ് ആയിട്ടുള്ള മീന കന്തസ്വാമി, അവരൊക്കെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.